ആയോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർഫീച്ചർ ഷെയറിന്റെ കോൺട്രാക്ട് ട്രീറ്റ്മെന്റ് ആണ് നോക്കിയത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ, അതായത് ക്യാഷിനല്ലാതെ നമ്മൾ ആപ്ലിക്കേഷനും അലോട്ട്മെന്റും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്താണ് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ചെയ്തത്. പ്രോറാറ്റ വന്നാലും ഫോർഫീച്ചർ വന്നാലും നമുക്ക് ആ ഒരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഇഷ്യൂ പ്രോസസ്സ് നോക്കാതെ കൺസിഡറേഷൻ ആയിട്ട് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യം. ഷെയർ ഹോൾഡേഴ്സ് അല്ല, ആക്ച്വലി ഒരു ഷെയർ ഹോൾഡേഴ്സ് ആയി മാറുകയാണ്. ഓരോ കോണ്ടെക്സ്റ്റിലും ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ കോണ്ടെക്സ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു ബിസിനസ് ഏറ്റെടുക്കുമ്പോഴത്തേക്കും പർച്ചേസ് കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാപിറ്റലിന്റെ ഇൻക്രീസ് വരുന്നുണ്ട്. അപ്പോൾ അതർ ദാൻ ക്യാഷ് എന്നുള്ള രീതിയിലാണ് ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നതിന് പകരമായിട്ട് കൊടുക്കുന്ന. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിന് അവരുടെ സർവീസിന് ഷെയർ ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സിന് അവരുടെ സർവീസിന്, അവരുടെ കമ്മീഷന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഷെയർ കൊടുക്കുന്ന സാഹചര്യം വരാം. അപ്പൊ ഈ കോണ്ടെക്സ്റ്റിലൊക്കെ എങ്ങനെയാണ് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വളരെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങളുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്കിവിടെ ഒരു 3 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ആ 3 സിറ്റുവേഷൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരു കേസ് മാത്രം ഒന്ന് നോക്കാം. ഓക്കെ. On 1st April 2025, K Limited took over a business of H Limited having the following assets and liabilities. Sundry asset 12 lakh, sundry creditors 2 lakh. The purchase consideration is payable 10% through check and the remaining 90% in fully paid shares of rupees 10 each. Past journal entries when shares are issued at par and at premium. രണ്ട് കണ്ടീഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഒരു എൻട്രി കോമൺ ആണ്. പേയ്മെന്റിന്റെ എൻട്രി മാത്രം നമുക്കൊന്ന് രണ്ട് ഭാഗമായിട്ടൊന്ന് ചിന്തിക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കെ ലിമിറ്റഡ് എച്ച് ലിമിറ്റഡിന്റെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്തു. 12 ലക്ഷം രൂപയുടെ അസറ്റും എടുത്ത് 2 ലക്ഷം രൂപയുടെ ലയബിലിറ്റി എടുത്തു. എത്രയാണ് കെ ലിമിറ്റഡ് എച്ച് ലിമിറ്റഡിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും ഡിഫറൻസ് എത്രയാണോ അതിനെ നെറ്റ് അസറ്റ് എന്നാണ് പറയുന്നത്. ആ നെറ്റ് അസറ്റ് വാല്യൂ ആണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് വിൽ ബി 10 lakh. അപ്പൊ ഈ 10 ലക്ഷം രൂപയുടെ 10% 1 ലക്ഷം രൂപയാണ്. അത് ചെക്കായിട്ട് കൊടുക്കുന്നു. ബാക്കി എമൗണ്ട് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അതും എങ്ങനെയാണ്? പാറിൽ ഇഷ്യൂ ചെയ്യുന്ന കേസ് നോക്കണം, 20% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന കേസ് നമ്മൾ നോക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ മാക്സിമം 3 എൻട്രിയാണ് വരുന്നത്. 1 ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ എൻട്രി, 2 ഇതിന്റെ പേയ്മെന്റ് കൊടുക്കുന്ന എൻട്രി ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചോണം. കെ ലിമിറ്റഡ് ആണ്. കെ ലിമിറ്റഡിന്റെ ബുക്കിലാണ് എൻട്രി വരുന്നത്. എച്ച് ലിമിറ്റഡിന്റെ ബിസിനസ് ആണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ എച്ച് ലിമിറ്റഡിനാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ എൻട്രി എഴുതുമ്പോഴത്തേക്കും നമുക്ക് നെറ്റ് അസറ്റ് ആയതുകൊണ്ട് തന്നെ അസറ്റ് മൈനസ് ലൈബിലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ചു പോവാം. എന്നിട്ട് ബാലൻസ് എമൗണ്ട് വരുന്ന എത്രയാണോ അത്രയും എച്ച് ലിമിറ്റഡിന് കൊടുക്കാനായിട്ടുണ്ടെന്നുള്ള രീതിയിൽ ചിന്തിക്കാം. സോ എൻട്രി വിൽ ബി സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് എത്രയായിരുന്നു? 12 ലക്ഷമായിരുന്നു. 12 ലക്ഷം ഇവിടെ കാണിക്കാം. 2 sundry liabilities, account debtor, sorry, 2 sundry liabilities, 2 ലക്ഷം രൂപയാണ് അവരുടെ ലൈബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ബാലൻസ് വരുന്ന എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് നമ്മൾക്ക് ഹരിക്ക് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ
കണക്കി കാണിച്ചു നോക്കാം. സോറി, ഹരിയല്ല, എച്ച് ലിമിറ്റഡ്. ₹10 ലക്ഷം കൊടുക്കാനായിട്ടുള്ളത്. നമുക്ക് നറേഷൻ കാണിച്ചേക്കാം. Purchase consideration to H Limited. ഇനി അടുത്തത് 2 കേസായിട്ടാണ് നമ്മൾ മാറ്റുന്നത്. എച്ച് ലിമിറ്റഡിന് ഫുൾ എമൗണ്ടും ഫുൾ എമൗണ്ട് അല്ല, അറ്റ് പാറിൽ ഷെയർ ഇഷ്യൂ ചെയ്യണം. 10%, 10 ലക്ഷത്തിന്റെ 10% ക്യാഷ് ആയിട്ടും ബാക്കി 90% ഷെയർ ആയിട്ട് കൊടുക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻട്രി എഴുതി അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എച്ച് ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ 10 ലക്ഷം ടു ബാങ്ക് അക്കൗണ്ട് 1 ലക്ഷം ടു equity share capital 9 lakh. നമുക്കിവിടെ വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഒരു കേസിൽ. നമുക്ക് നറേഷൻ കാണിക്കാം. ഇഷ്യൂ ഓഫ് 9,000 shares ₹10 each ആണ്. അപ്പോൾ നമുക്ക് 90,000 ഷെയർസ്, 9,000 ഷെയർ അല്ല, നമുക്ക് വരുന്നത് 90,000 ഷെയർ ആണ്. 90,000 shares of ₹10 each and 1 lakh in check. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് ഈ സെയിം എൻട്രി തന്നെയാണ്, എൻട്രിക്ക് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമുക്ക് എൻട്രി നമുക്ക് കോപ്പി ചെയ്തേക്കാം. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ അഡീഷണൽ കയറി വരും. പ്രീമിയം എന്ന് പറയുന്ന ഒരു കാര്യം, സെക്യൂരിറ്റീസ് പ്രീമിയം കൂടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാൻ ആ എൻട്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഈ ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ അറ്റ് പ്രീമിയത്തിൽ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 10 ലക്ഷം രൂപയാണ് ക്ലോസ് ചെയ്യേണ്ട അക്കൗണ്ട് എമൗണ്ട്. ബാങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇനി പോയിട്ട് 9 ലക്ഷം രൂപയുണ്ട് അല്ലേ? ഈ 9 ലക്ഷം രൂപ മൊത്തം ഇൻക്ലൂഡിംഗ് പ്രീമിയം ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, 20% കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 ലാഖിന്റെ അകത്ത് പ്രീമിയം എമൗണ്ട് വരണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ എമൗണ്ട് വരണം. ഹെൻസ് നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ഡിവൈഡഡ് ബൈ 120 into 100 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് 7,50,000. അപ്പൊ ഇവിടെ നമുക്ക് നറേഷൻ എഴുതുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും വരുന്നത്? നറേഷൻ നറേഷനില് ഇവിടെ 90,000 പറ്റത്തില്ല. 7 ലക്ഷം രൂപ വരണമെന്നുണ്ടെങ്കിൽ 75,000 ഷെയർസ് ആണ് 10 രൂപ പ്രകാരം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ബാലൻസ് എമൗണ്ട് എത്ര വരുന്നത് നോക്കാം. ബാലൻസ് എത്രയായിരിക്കും? 75,000 ഷെയറിന് 20% പ്രീമിയം എന്ന് പറയുമ്പോൾ 2 രൂപ പ്രീമിയം എന്ന് പറഞ്ഞാൽ 75,000 ഇൻറ്റു 2 അല്ലെ? 75,000
ഷെയർ ആണ് പറഞ്ഞിരിക്കുന്നത്. 2 രൂപ വെച്ച് പറയുമ്പോഴത്തേക്കും 1.5 ലക്ഷം രൂപയാണ് അവിടെ കിട്ടുന്നത്. സോ 1,50,000. അപ്പൊ എൻട്രി നോക്കുക, എച്ച് ലിമിറ്റഡ് അക്കൗണ്ട് ടു ബാങ്ക്, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ടു സെക്യൂരിറ്റീസ് പേയ്മെന്റ്. ഈ പറയുന്ന എൻട്രി ആയിട്ട് എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 lakh ആണ്, ബാങ്ക് 1 lakh ആണ്, സെയിം ആണ്. ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് അറ്റ് പാറിലായിരുന്നെങ്കിൽ ഫുൾ എമൗണ്ട്, ബാലൻസ് വന്ന ഫുൾ എമൗണ്ട് നമ്മൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്തു. ഇവിടെ 9 lakh തന്നെയാണ് വന്നിരുന്നത്, പക്ഷെ ആ എമൗണ്ടിനകത്ത് പ്രീമിയം എമൗണ്ട് കൂടെ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 9 lakhനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 120% ഈക്വൽ ആക്കി വെച്ചു. 100 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, 20 പ്രീമിയം. ദെൻ അതിന്റെ 100 എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിന്റെ 20 എന്ന് പറയുന്നത് നമുക്ക് വേണം അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 20 എന്ന് പറയുന്നത് 1,50,000 ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. JK Limited issued 5,000 shares of rupees to promoters for their services. പ്രൊമോട്ടേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗുഡ് വിൽ ചെയ്യാം. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തങ്ങ് പോവാം. അപ്പൊ സെക്കൻഡ് കേസിലെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു equity share capital. എത്ര എമൗണ്ട് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ വരുമ്പോഴത്തേക്കുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ഇൻറ്റു 100 ആണ്, വിച്ച് മീൻസ് 50,000, 5 lakh rupees. ഒരു ജസ്റ്റ് ഒരു എൻട്രി ചെയ്ത് ഇതൊക്കെ ചിലപ്പോൾ 1 മാർക്കിന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. സെക്ഷൻ എയിൽ നമുക്ക് ഈ ഇതിന്റെ മാത്രം എൻട്രി എഴുതാനായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. അപ്പം ഇവിടെ നറേഷൻ എന്ത് കൊടുക്കാൻ നമുക്ക് കൊടുക്കാവുന്ന നറേഷൻ എന്ന് പറയുന്നത് issue of shares to promoters. ഇനി സെയിം ഇതിന്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1000 ഷെയർ 100 രൂപ പ്രകാരം, അപ്പൊ എത്ര? 1 ലക്ഷം രൂപ അണ്ടർ റൈറ്റേഴ്സിന് അവിടെ കമ്മീഷനായിട്ട് കൊടുക്കും. അപ്പൊ നമ്മളിവിടെ അണ്ടർ റൈറ്റേഴ്സിന്റെ കമ്മീഷന്റെ ഡ്യൂ എൻട്രി ആഡ് ചെയ്തതാണ്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ പറയുന്ന എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അണ്ടർ റൈറ്റേഴ്സ്. ആരുടെ കൊടുക്കേണ്ട? അണ്ടർ റൈറ്റേഴ്സ് കൊടുക്കണം. അണ്ടർ റൈറ്റേഴ്സ് ആര്? അണ്ടർ റൈറ്റേഴ്സ് കമ്പനികളുടെ ഷെയറുകൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഗ്യാരണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. പബ്ലിക് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇവരായിരിക്കും അത് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1000 ഷെയർ 100 രൂപ പ്രകാരമാണ്, 1 ലക്ഷം രൂപയാണ് കമ്മീഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ എമൗണ്ട് നമ്മൾ ഡ്യൂ ആക്കിയതിനു ശേഷം നറേഷൻ എന്ത് കൊടുക്കാം? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഡ്യൂ. ഓക്കെ, ഇനി ഇവർക്ക് ഇതിന്റെ എന്താണ്? ഷെയർ ഇഷ്യൂ ചെയ്തേക്കുക. അപ്പൊ ഇവിടെ നമ്മൾ അണ്ടർ റൈറ്റേഴ്സിന്റെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ഡെബിറ്റ് ചെയ്യുക. അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയായിരുന്നു? 1 lakh rupees. നറേഷൻ എന്താണ്? ഷെയർസ് ഇഷ്യൂ ടു അണ്ടർ റൈറ്റേഴ്സ് ഓക്കെ. അപ്പം
ഇവിടെ നോക്കുക, പ്രൊമോട്ടേഴ്സിന് കൊടുക്കുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ആയിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അണ്ടർ റൈറ്റേഴ്സിന് അവര് പബ്ലിക് ഏറ്റെടുക്കാത്ത ഷെയർ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർ അതിന് പൈസ കൊടുക്കണം. ഇവിടെ കമ്മീഷന് വേണ്ടിയാണ്. കമ്മീഷൻ തുക 1,00,000 ഉള്ളതിന് പകരം അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചത്. സോ അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രിയിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷനെ ഡെബിറ്റ് ചെയ്തു. കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെലവാണ്, കൊടുക്കാനുള്ളത് ലൈബിലിറ്റി ആയിട്ട് അവർ പേഴ്സണൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. എന്നിട്ട് തൊട്ടടുത്ത എൻട്രിയിൽ അണ്ടർ റൈറ്റേഴ്സിന്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ തേർഡ് കേസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് കേസ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. നോക്കൂ, on 1st April 2020, Sky Limited purchased the running business of Earth Limited on the following dates. Purchase consideration 7,50,000 എന്ന് പറഞ്ഞ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എർത്ത് ലിമിറ്റഡിന് 7,00,000 രൂപ കൊടുക്കാനുണ്ടെന്നുള്ളതാണ് കണക്കിൽ പറഞ്ഞത്. അപ്പം 7,00,000 രൂപ കൊടുക്കുന്നതോടൊപ്പം 4,00,000 രൂപയുടെ ബിൽഡിങ്ങും 2,00,000 രൂപയുടെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയും, ട്രേഡ് റിസീവ്സ് 1,30,000 ഏറ്റെടുക്കുന്നു, ട്രേഡ് പേയബിൾസ് 30,000 രൂപയും ഏറ്റെടുക്കുന്നതായിട്ട്. ഇവിടെ fully paid shares of ₹100 each at a premium of 25%. 25% പ്രീമിയം, 125 രൂപ നിരക്കിലാണ് ഈ 7,00,000 രൂപ കൊടുക്കുന്നതായിട്ട് പറയുന്നത്. അതായത് 100 രൂപ ക്യാപിറ്റലായിട്ടും 25 രൂപ പ്രീമിയം ആയിട്ട്. 100ന്റെ 25% പറയുമ്പോൾ 25 രൂപയാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് എൻട്രി എഴുതുന്നത്. സ്കൈ ലിമിറ്റഡും എർത്ത് ലിമിറ്റഡും. നമുക്കിവിടെ സ്കൈ ലിമിറ്റഡിന്റെ ബുക്കിലാണ് ശരിക്കും എൻട്രി വരുന്നത്. നമുക്ക് നോക്കാം ഓരോന്നും. അസറ്റിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യണം. ബിൽഡിംഗ് അക്കൗണ്ട് ഇട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഇട്ട് ട്രേഡ് റിസീവബിൾ അക്കൗണ്ട് ഇട്ട് ഞാൻ ഒരു സ്പേസ് വിട്ടിട്ടാണ് എഴുതുന്നത്. കാര്യം നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ഐദർ ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് വരും. നമുക്ക് ഓരോന്നിന്റെ എമൗണ്ടും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് പോകാം. ബിൽഡിംഗ് 4, മെഷീനറി 2, ട്രേഡ് റിസീവബിൾസ് 1,20,000. Then 1,20,000. Then 2. നമുക്ക് ഏതാ ലൈബിലിറ്റി പറഞ്ഞിരിക്കുന്നത്? ട്രേഡ് പേയബിൾസ്. 2 ട്രേഡ് പേയബിൾസ് 30,000 ആണ്. Then 30,000. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എർത്ത് ലിമിറ്റഡിന് കൊടുക്കാനുള്ള എമൗണ്ട്. To എർത്ത് ലിമിറ്റഡ് account $7,50,000. അപ്പൊ ഇവിടെ നമുക്ക് ക്രെഡിറ്റിൽ ഒരു 7,50,030 ഉണ്ട്. 7,80 7,80,000 വന്നിട്ടുണ്ട്. ഹിയർ ഇറ്റ് ഈസ് 4 + 2 6 + 1 7 7,20,000 ആയിട്ടുണ്ട്. 60,000ന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഗുഡ്വിൽ ആയിട്ട് വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. ഗുഡ്വിൽ അക്കൗണ്ട് ബാലൻസ് ഫിഗർ ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് 7.5 ലക്ഷം രൂപ എർത്ത് ലിമിറ്റഡ്. ഇനി അടുത്ത എൻട്രി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നറേഷൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർച്ചേസസ് ഓഫ് ബിസിനസ് ഫ്രം എർത്ത് ലിമിറ്റഡ്. ഓക്കെ, ഇനി അടുത്ത് ഇതിന്റെ പേയ്മെന്റ് കൊടുക്കുവാണ്. എർത്ത് ലിമിറ്റഡിനെ ഡെബിറ്റ് ചെയ്യുക. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് ക്യാൻസൽ ആണെന്നുള്ള ഇനിയും ഡെബിറ്റ് ചെയ്യണം. എർത്ത് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു equity share capital ₹7,00,000 കൊടുക്കേണ്ടത്. ഇവിടെ കൃത്യമായിട്ട് പർച്ചേസ് കൺസിഡറേഷന്റെ കാര്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇനി ഈ 7,00,000 രൂപ എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 25% പ്രീമിയത്തിലാണ്. അപ്പോൾ നമുക്ക് 7,50,000 divided by 125 into 100 will give you the value for equity share capital 6 lakh. ഇതിന്റെ ബാലൻസ് എത്രയാണ് വരുന്നത്? 1.5 ലക്ഷം രൂപയാണ്. അത് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. 6,50,000 minus 6 lakh 1,50,000. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ കൊടുക്കാം. 7,50,000 divided by 125 into 25. കണ്ടോ? എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഇനി എന്താ നറേഷൻ കൊടുക്കേണ്ടത്? നറേഷൻ എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ്, അപ്പൊ ഇവിടെ എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. 6 ലക്ഷം രൂപയുടെ വാല്യൂ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷെയറിന്റെ പ്രൈസ് 100 രൂപയാണെങ്കിൽ 6,000 ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ഇഷ്യൂ ഓഫ് 6,000 shares at ₹100 each at a premium of 25%. ഇങ്ങനെ അങ്ങ് എഴുതുക. അപ്പൊ നോക്കുക, ഈ 3 സിറ്റുവേഷൻ നമ്മളിവിടെ നോക്കി. 3 സിറ്റുവേഷൻ. ഒന്ന് പർച്ചേസ് കൺസിഡറേഷൻ, അതായത് ബിസിനസ് ഏറ്റെടുക്കുമ്പോഴത്തേക്കും അസറ്റിന്റെയും ലൈബിലിറ്റിയുടെയും ബാലൻസ് വെച്ച് പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻ. അതിൽ തന്നെ പാറിൽ എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, പ്രീമിയത്തിന് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് കണ്ടു. പ്രൊമോട്ടേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കേസ് കണ്ടു. അണ്ടർറൈറ്റിംഗ് കമ്മീഷന് തുല്യമാകുന്ന രീതിയിൽ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത് കണ്ടു. വീണ്ടും പർച്ചേസ് കൺസിഡറേഷന്റെ കാര്യം കോട്ട് ചെയ്തുകൊണ്ട് അസറ്റ് ലൈബിലിറ്റി എടുക്കുന്നത്. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു ബാലൻസിംഗ് ഫിഗറുമാണ്. ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാം, ഇവിടെ അസറ്റ് കൂടിയിരുന്നെങ്കിൽ ക്രെഡിറ്റിലായിരുന്ന ബാലൻസിംഗ് ഫിഗർ വരുന്നത്, ഗുഡ്വില്ലിന് പകരം നിങ്ങൾ അവിടെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് എഴുതിക്കണം. ക്ലിയർ ആണല്ലോ? ഐദർ ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് വിൽ ബി ദെയർ. അപ്പോൾ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ പറഞ്ഞുണ്ട്. പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലോ ക്യാപിറ്റലും റിസർവും ഇല്ല. ആ മിച്ചം വരുന്ന എമൗണ്ട് ആണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇവിടെ അസറ്റ് മൈനസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. ഇവിടെ അസറ്റും ലൈബിലിറ്റിയും പർച്ചേസ് കൺസിഡറേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഡിഫറൻസ് ആണ് ഗുഡ്വിൽ വേണ്ടത്. എന്നിട്ട് അത് പേയ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത്. ഷെയർ ആണ് കംപ്ലീറ്റ്ലി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസ് വളരെ കൃത്യമായിട്ടൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ ബിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും കമന്റ് ചെയ്തേക്കുക. ഞാൻ അതിനനുസരിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.